നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനാധിപത്യ സർക്കാരുകൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി ആ സർക്കാരുകളെ താഴെ ഇറക്കുക. ഭരണാധികാരികൾ ജീവൻ രക്ഷിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുക. ഇതെല്ലാമാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഇപ്പോൾ നേപ്പാളിലും കാണുന്നത്. എന്നാൽ നേപ്പാളിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നേപ്പാളിലെ ജനാധിപത്യത്തിന് പ്രായം വെറും 17 വയസ്സ് മാത്രമാണ്. പ്രക്ഷോഭം തുടങ്ങാനുള്ള ഇന്ന് ഒരു തീപ്പൊരി എന്നത് ഈ സോഷ്യൽ മീഡിയയുടെ നിരോധനം തന്നെയാണ്. അതായത് 26ഓളം സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് സർക്കാർ പെട്ടെന്ന് നിരോധിക്കുകയും ഇത് യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷത്തിനും കാരണമായി. ഇതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ തുടക്കത്തിനുള്ള കാരണം. പക്ഷേ ഇതിന് നമ്മൾ അല്പം പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല കാരണം. നേപ്പാൾ എന്നത് കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതായത് എർത്ത്ക്വേക്കിന് ശേഷം, ഭൂകമ്പത്തിന് ശേഷം നേപ്പാൾ എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്ത്യയുടെ ഉപരോധം, അതിനുശേഷം കോവിഡ്, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ നേപ്പാൾ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. ഇത് നേപ്പാളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാഗ്നേഷനുണ്ട്. ഇത് യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും അമർഷത്തിനും കാരണമായിട്ടുണ്ട്. ഇതാണ് ഒരു പരിധിവരെ ഇപ്പോഴുള്ള ഈ പൊട്ടിത്തെറിക്ക് കാരണമായി തീർന്നത്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ രജിസ്ട്രേഷൻ എന്ന വിഷയത്തിൽ നിന്നായിരുന്നു എല്ലാറ്റിൻ്റെയും തുടക്കം. വിമർശനങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. എല്ലാ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കും നേപ്പാളിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിക്കൊണ്ട് നേപ്പാൾ സുപ്രീം കോടതി ഉത്തരവിട്ടു. ടിക്ടോക്കും വൈബറും കോടതി വിധി പാലിച്ചു. പക്ഷേ ഫേസ്ബുക്കും വാട്സപ്പും ഉൾപ്പെടെയുള്ള 26 പ്ലാറ്റ്ഫോമുകൾ കോടതി വിധി അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് നേപ്പാൾ ഭരിച്ചിരുന്ന KP ശർമ്മ ഒലി സർക്കാർ എല്ലാ സമൂഹ മാധ്യമങ്ങളും നിരോധിച്ചു. സമൂഹ മാധ്യമങ്ങൾക്ക് സ്വന്തം രാജ്യത്തുള്ള സ്വാധീനമെന്തെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിവികാസം പോലും പ്രധാനമന്ത്രി ശർമ്മ ഒലിക്ക് ഉണ്ടായിരുന്നില്ല. പ്രചണ്ഡയുടെ കൊച്ചുമകളായ സ്മിത ദഹാൽ അവരുടെ ലക്ഷത്തോളം വില വരുന്ന ഒരു ഹാൻഡ് ബാഗ്, അതിൻ്റെ ചിത്രം വ്യാപകമായി പ്രചരിപ്പിച്ചാണ്. കാരണം അവർ തന്നെ ഷൂട്ട് ചെയ്തിട്ട കാര്യമാണ്. അപ്പോൾ ഈ നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന വിഭാഗം എന്ന് വെച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും ചെറുമക്കളും ഒക്കെ നയിക്കുന്ന ആഡംബര ജീവിതം, അവർ വിദേശങ്ങളിൽ പോകുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, വലിയ വിലയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഹാൻഡ് ബാഗുകൾ പ്രദർശിപ്പിക്കുന്നു. ഇതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ വീഡിയോ ഇടുന്നു. ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. ഇത് അവിടുത്തെ ഈ ജെൻസി എന്ന് പറയുന്ന ന്യൂ ജനറേഷന് ഇടയിൽ വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്, പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ സ്വജനപക്ഷപാതവും അഴിമതിയും അതുപോലെ നെപ്പോ കിഡ്സിനോടുള്ള ജെൻസിയുടെ വളരെ സ്വാഭാവികമായ പ്രതിഷേധം എല്ലാം അവിടെ പ്രവർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം യുവജന വികാരം ആളിക്കത്താനുള്ള ഒരു കാരണം മാത്രമായിരുന്നു. അടിസ്ഥാന കാരണം നേപ്പാൾ ഭരണരംഗത്ത് സർവ്വവ്യാപിയായ അഴിമതിയും തൊഴിലില്ലായ്മയും എല്ലാമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവകാശപ്പെടുന്ന CPN UML-ഉം മാവോയിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന CPN MC-യും നേപ്പാളി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെല്ലാം പ്രത്യയശാസ്ത്രപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. എന്നാൽ അധികാരത്തിനു വേണ്ടി ഇവരെല്ലാം കൈകോർത്തു. നേതാക്കൾ ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു. നേപ്പാളിലെ യുവതലമുറ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ നേതാക്കളുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുന്നു. നേപ്പാളിൽ ഈ വലിയ രീതിയിലുള്ള ഭരണമാറ്റങ്ങൾ കഴിഞ്ഞ കുറേ കാലത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭരണമാറ്റം ഉണ്ടാകുമ്പോഴും നേപ്പാളിലെ നേതാക്കന്മാർക്ക് മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു തരത്തിലുള്ള മടുപ്പിന് കാരണം. ഒരേ നേതാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകെട്ടുകളുടെ ഭാഗമായി വീണ്ടും വീണ്ടും പ്രധാനമന്ത്രിമാരാവുന്ന ഒരു കാഴ്ചയാണ് ഈ നേപ്പാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് 2000-ന് ശേഷം തന്നെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 4 വ്യത്യസ്ത മന്ത്രിസഭകളാണ് ഉണ്ടായത്. അതിൽ 2 തവണ ഓലി തന്നെ പ്രധാനമന്ത്രിയായി, 1 തവണ പ്രചണ്ഡ പ്രധാനമന്ത്രിയായി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരേ നേതാക്കൾ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരികയും രാജ്യത്ത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പുരോഗതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ
ഈ യുവാക്കൾക്കിടയിലുള്ള വലിയ രീതിയിലുള്ള അമർഷവും ആ അമർഷത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ വലിയ പൊട്ടിത്തെറിയായി നമ്മൾ നേപ്പാളിൽ കണ്ടത്. സെപ്റ്റംബർ 8-ന് ജെൻസെറ്റ് എന്ന വിദ്യാർത്ഥി കൂട്ടായ്മ ആരംഭിച്ച സമരം തുടക്കത്തിൽ സമാധാനപരമായിരുന്നു. എന്നാൽ സമരത്തിലേക്ക് പലരും കടന്നുകയറി. സമരം അക്രമാസക്തമായി. സർക്കാർ ഓഫീസുകൾ, കോടതികൾ, ഹോട്ടലുകൾ, നേതാക്കളുടെ വീടുകൾ, പാർട്ടി ഓഫീസുകൾ ഇവയ്ക്കെല്ലാം അക്രമികൾ തീയിട്ടു. 70ഓളം പേർ കൊല്ലപ്പെട്ടു. നഷ്ടം 2500 കോടിയിലേറെ. മുൻ നേപ്പാൾ പ്രധാനമന്ത്രി ജലാനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാകറിനെ ചുട്ടുകൊന്നു. ഒരു പ്രതിഷേധമായി ആരംഭിച്ച സമരം ക്രിമിനൽ സംഘങ്ങൾ ഏറ്റെടുത്തു. അവർ ജയിലുകൾ ആക്രമിച്ച് കൊടും ക്രിമിനലുകളെ മോചിപ്പിച്ചു. ഇങ്ങനെ രക്ഷപ്പെട്ടത് 14,507 കുറ്റവാളികൾ. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ആയുധങ്ങൾ കൊള്ളയടിച്ചു. അക്രമം നടക്കുമ്പോൾ പോലീസും സൈന്യവും നിഷ്ക്രിയരായിരുന്നു. പ്രധാനമന്ത്രി ശർമ്മ ഓലിക്കും മന്ത്രിസഭയ്ക്കും ഭരണത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. ശർമ്മ ഓലി മരണഭയത്തോടെ ദുബായിലേക്ക് രക്ഷപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ നേപ്പാൾ അരാജകത്വത്തിന്റെ പിടിയിലമർന്നു. നേപ്പാളിൻ്റെ അവികസാപിത അവസ്ഥയാണ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കുറച്ച് വികസനം നടന്നിട്ടുള്ള ഒരു രാജ്യമാണത്. ദരിദ്രനാരായണന്മാരുടെ രാജ്യമാണ്. തൊഴിലില്ലായ്മ തൃണമൂല തലത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വികസനം തീരെയില്ല. നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം അങ്ങേയറ്റം ഉണ്ട്. ഒരു ചെറിയ ശതമാനം ആളുകൾ അതിസമ്പന്നരായി കഴിയുന്നു. അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലാസ് യഥാർത്ഥത്തിൽ ഒരു എലൈറ്റ് ക്ലാസ്സായി മാറിയിരിക്കുന്നു. ലെനിനൊക്കെ പറയുന്ന പോലെ ഒരുതരം ബ്യൂറോക്രാറ്റിക് ബൂർഷ്വാസിയായിട്ട് അവർ മാറി. അഴിമതി വ്യാപകമാണ്. ലോകത്തിലെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് നേപ്പാൾ ഉള്ളത്. അവിടെ പൊഖാറ, അത് കാഠ്മണ്ഡു കഴിഞ്ഞാൽ പൊഖാറ അവിടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പൊക്ര എന്ന് പറയുന്നത്. അവിടുത്തെ വിമാനത്താവള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ദശലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത്. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയും വികസനത്തിൻ്റെ കുറവും അതുപോലെ വ്യാപകമായ തൊഴിലില്ലായ്മയും എന്നിത്യാദി മൂർത്തമായ ഘടകങ്ങൾ ഈ അപ്രൈസിങ്ങിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും വസ്തുതയാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി നേപ്പാളിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്നതാണ് സുശീല കാർക്കിക്ക് മുന്നിലുള്ള അടിയന്തര ദൗത്യം. കലങ്ങിമറിഞ്ഞ നേപ്പാൾ രാഷ്ട്രീയാവസ്ഥയിൽ ഈ ദൗത്യം ഒട്ടും എളുപ്പമല്ല. നേപ്പാളിലെ ഈ മാറ്റവും ഒരുപക്ഷെ ഒരു ഇന്ത്യ വിരുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സുശീല കാർക്കി, അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, വളരെ ഉയർന്ന മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അവരാദ്യമായി ഇപ്പം വിളിച്ചതും ബന്ധപ്പെട്ടതും ഇന്ത്യൻ പ്രധാനമന്ത്രിനെയാണ്. അത് അവരുടെ ഒരു രീതിയാണ്. സാർക്ക് രാജ്യങ്ങൾക്കിടയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നേപ്പാളിൽ കാണുന്നത്. ഒരു കാലത്ത് നേപ്പാൾ എന്ന രാജ്യം ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്നു. എന്നാൽ സമീപകാലത്ത് നേപ്പാൾ ചൈനയുമായി കൂടുതലായി അടുത്തു. നേപ്പാളിൽ ഒരു പാവ സർക്കാരിനെ വഴിക്കാനായിരിക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുക. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് നേപ്പാൾ. 2008 വരെ നേപ്പാൾ നേരിട്ടോ വളഞ്ഞ വഴിക്കോ ഷാ രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. 2008 രാജഭരണത്തിന് വിരാമമായി. നേപ്പാൾ ഒരു സമ്പൂർണ്ണ ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. എന്നാൽ നേപ്പാൾ ഭരണം അസ്ഥിരമായിരുന്നു. കഴിഞ്ഞ 17 വർഷങ്ങൾക്കിടയിൽ നേപ്പാൾ ഭരിച്ചത് 13 സർക്കാരുകൾ. കമ്മ്യൂണിസ്റ്റുകൾക്കോ മാവോയിസ്റ്റുകൾക്കോ നേപ്പാളി കോൺഗ്രസിനോ രാജ്യത്ത് സ്ഥിരതയുള്ള ഭരണം കാഴ്ചവെക്കാനായില്ല. 2015 സെപ്റ്റംബർ 20-ന് നേപ്പാൾ ഭരണഘടനാ നിർമ്മാണ സഭ നേപ്പാൾ ഭരണഘടന അംഗീകരിച്ചു. നേപ്പാളിന്റെ വികസന കുതിപ്പ് സ്വപ്നം കണ്ടവർ നിരാശരായി. ഭരണഘടന തങ്ങളെ അവഗണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന മദേശി വിഭാഗക്കാർ ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് മദേശികൾ ഇന്ത്യൻ ചരക്ക് വാഹനങ്ങൾ ഉപരോധിച്ചു. അതോടെ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അവശ്യ വസ്തുക്കൾ എത്താതായി. മദേശികൾ നടത്തുന്ന സമരത്തിന് ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന്റെ പിന്തുണയുണ്ടെന്ന ആരോപണമാണ് അക്കാലത്ത് നേപ്പാളിൽ മുഴങ്ങിയത്. അതോടെ നേപ്പാൾ ചൈനയുമായി അടുത്തു. പുതിയതായി ചുമതലയേൽക്കുന്ന പ്രധാനമന്ത്രി ആദ്യം സന്ദർശിച്ചിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ആ പതിവ് നേപ്പാൾ തിരുത്തി. പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പ്രചണ്ഡയും ശർമ്മ ഓലിയും ആദ്യം പോയത് ചൈനയിലേക്കാണ്.
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നേപ്പാളിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈന സ്പോൺസർ ചെയ്തുകൊണ്ടിട്ടുള്ള ചൈനീസ് സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അവിടെ അഴിമതിക്കുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പം പൊഖ്ര വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള അഴിമതി നേപ്പാൾ പാർലമെൻറ്റിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പണത്തിൻ്റെ തിരിമറികൾ നടന്നതായിട്ടുള്ള അവിടുത്തെ റിപ്പോർട്ടുകൾ നേപ്പാൾ പാർലമെൻറ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, വേറൊരു ഉദാഹരണം, നേപ്പാളിലാണ് ഈ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നത് നേപ്പാളിലാണ്. ഏകദേശം 70% ഇലക്ട്രിക് കാർ, അതെല്ലാം ചൈനീസ് കാറുകളാണ്. ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്ന അതേ സമയത്ത് തന്നെ അതിന് ചാർജിങ് സ്റ്റേഷൻസ് നേപ്പാളിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റുകൾ പലർക്കും കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി മേഖലകളിൽ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട്. ആ അഴിമതിയാണ് വലിയൊരു പരിധിവരെ ഈ യുവാക്കളെ ഇത്രയും പ്രകോപിപ്പിച്ചത്. വികസനത്തിന് ഇന്ത്യൻ നിക്ഷേപത്തെ ആശ്രയിച്ചിരുന്ന നേപ്പാളിലേക്ക് അടുത്ത കാലത്ത് വൻതോതിൽ ചൈനീസ് നിക്ഷേപങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. 2009-2010 സാമ്പത്തിക വർഷത്തിൽ നേപ്പാളിലെ ചൈനീസ് നിക്ഷേപം 715.75 ദശലക്ഷം നേപ്പാളി രൂപ ആയിരുന്നെങ്കിൽ 2018-19 സാമ്പത്തിക വർഷത്തിൽ ചൈനീസ് നിക്ഷേപം 44,546.95 ദശലക്ഷം നേപ്പാളി രൂപയായി ഉയർന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നേപ്പാൾ പങ്കാളിയായത് അമേരിക്കയെ ചൊടിപ്പിച്ചു. കഴിഞ്ഞ മാസം ചൈനയിലെ തിയാഞ്ചനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻസ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി ശർമ്മ ഒലി പങ്കെടുത്തിരുന്നു. നേപ്പാളിലെ ഏത് പ്രധാനമന്ത്രിയും ആദ്യം സന്ദർശിക്കുന്നതും ഇന്ത്യയിലേക്കായിരിക്കും. എന്നാൽ ഇതിനു മുമ്പുള്ള ആൾ പോയത് ചൈനയിലേക്കാണ് എന്നത് വളരെ പ്രസക്തമാണ്. KP ശർമ്മ ഒലി ഇന്ത്യയെക്കാളധികം ചൈനയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു സൂചന കൂടി ആ സന്ദർശനത്തിലുണ്ട്. ബാലേൻ ഷാ, ജൻസൻ മുന്നേറ്റത്തിന്റെ നായകൻ, പോപ്പ് സംഗീതത്തിലൂടെ നേപ്പാളി ചെറുപ്പക്കാരുടെ ആവേശമായി മാറിയ സംഗീതജ്ഞൻ, സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആദ്യത്തെ കാഠ്മണ്ഡു മേയർ. ബാലേൻ ഷാ കടുത്ത US പക്ഷപാതിയാണ്. ബാലേൻ ഷായുടെ പിറകിൽ US സർക്കാരിന്റെ കരങ്ങളുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബർബറ ആൻഡേഴ്സൺ ട്രസ്റ്റ്. അവരാണ് ഈ ഹാലെ നേപ്പാൾ, ഹാമി നേപ്പാൾ എന്ന് പറയുന്ന നമ്മുടെ ഗുരുങ് നയിക്കുന്ന NGOക്ക് ഫണ്ട് ചെയ്തത്. അപ്പോൾ ഈ ഗുരുങ്ങിൻ്റെ ഈ NGO തൃണമൂല തലത്തിൽ പരിപാടികളെ സംഘടിപ്പിക്കുകയും എവിടെയൊക്കെ ആക്രമണം നടത്തണം, ഏതൊക്കെ സ്ഥലം ആക്രമിക്കണം, എവിടെയൊക്കെ തീയിടണം എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് എന്നതോടൊപ്പം ഈ ഒരു സംഘടിതമായ സ്വഭാവം കൂടി നേപ്പാളിലെ അപ്രൈസിങ്ങിനുണ്ടായിരുന്നു. അത് ഈ 3 രാഷ്ട്രീയ പാർട്ടികളെ, അതായത് മുഖ്യധാരയിൽ യഥാർത്ഥത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അവരെയും നേപ്പാളി കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമാണെങ്കിൽ അവരുടെ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി, സംഘടനാ രീതി വളരെ ദുർബലമാണ്. അതുകൊണ്ട് നേപ്പാളി രാഷ്ട്രീയത്തിലെ നിർണായകമായി ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് സംഘടനാശേഷിയും ജനസ്വാധീനമുള്ള 2 പാർട്ടികൾ, അവിടുത്തെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു സജീവമായ ശ്രമം ഉണ്ടായിരുന്നു. അതിൽ ഫണ്ട് ചെയ്തത് ഈ ബർബറ ഫൗണ്ടേഷനാണ്. അതുപോലെ ഹാലി നേപ്പാൾ തുടങ്ങിയിട്ടുള്ള NGOകൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ആംനസ്റ്റി ഇൻ്റർനാഷണലുമായിട്ട് ബന്ധമുണ്ട്, അമേരിക്കൻ CIA ആയിട്ട് ബന്ധമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ബർബറ ഫൗണ്ടേഷനെ സംബന്ധിച്ച് അവർ ആൻറ്റി കറപ്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് വർഷം തോറും അവാർഡ് കൊടുക്കുക, അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അതിൻ്റെ ഫണ്ടിങ്ങിൽ ഏത് സോഴ്സസിൽ നിന്നും വരുന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ ഉള്ളത്, ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്ന ഒന്നാണ്. ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് ഒരു അയൽരാജ്യം വേണം. ഈ ലക്ഷ്യമാണ് നേപ്പാളിലൂടെ അമേരിക്ക യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്ക രാഷ്ട്രീയമായോ സൈനികമായോ ഇടപെട്ട ഒരു രാജ്യവും രക്ഷപ്പെട്ട ചരിത്രമില്ല. യുക്രൈനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും മികച്ച ഉദാഹരണങ്ങൾ. അടുത്ത ലക്ഷ്യം നേപ്പാളാണ്. രാജഭരണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിച്ച പ്രക്ഷോഭമാണ് നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം എന്നത്. അതായത് അത് 90കളുടെ തുടക്കം മുതൽ 2006 വരെ ഒരു 15 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന പ്രക്ഷോഭമാണ് നേപ്പാളിൽ നടന്നത്. അതിൽ വലിയൊരു കാലയളവിൽ ഈ നേതാക്കളെല്ലാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രചണ്ഡയും ഓലിയും അല്ലെങ്കിൽ ഒട്ടനവധി നേതാക്കളെല്ലാം അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അതായത് ഒളിത്താവളങ്ങളിലൂടെയെല്ലാം നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നേപ്പാളിൽ കണ്ടിട്ടുള്ളത്.
അങ്ങനെ അണ്ടർഗ്രൗണ്ടിലും ഒളിത്താവളങ്ങളിലും കാടുകളിലും നിന്നുകൊണ്ടുള്ള ഒരു വിപ്ലവത്തിന് വേണ്ടി വർക്ക് ചെയ്ത അതേ നേതാക്കളാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളായി മാറിയത്. പക്ഷേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ നേതാക്കൾക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷത്തെ നേപ്പാളിൻ്റെ ചരിത്രം നമ്മൾക്ക് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി അതിന് ഉത്തരം പറയാനില്ല. പലപ്പോഴും നേതാക്കളുടെ പരാജയമായിട്ടായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടേറെ പോരായ്മകളുണ്ട്. എന്നാൽ അതിനെല്ലാമുള്ള പരിഹാരം ഈ ജനാധിപത്യത്തിൽ തന്നെയുണ്ട്. എന്നാൽ നേപ്പാളിൽ രാജഭരണം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാകട്ടെ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. രാജഭരണം വീണ്ടും വരുമോ? നേപ്പാൾ ജനസംഖ്യയിലെ 12% ബ്രാഹ്മണരാണ്. ഇവർക്കിടയിൽ ഇപ്പോഴും ഷാ രാജകുടുംബത്തിനും ജ്ഞാനേന്ദ്ര രാജാവിനും നല്ല സ്വാധീനമുണ്ട്. അടുത്തിടെ അക്രമസമരം നടത്തിയവരിൽ രാജഭരണത്തെ അനുകൂലിക്കുന്നവരും ഉണ്ടായിരുന്നു. 2008 നേപ്പാൾ സമ്പൂർണ്ണ ജനാധിപത്യത്തിലേക്ക് മാറിയ ശേഷം ജ്ഞാനേന്ദ്ര രാജാവും കുടുംബവും മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ജ്ഞാനേന്ദ്ര രാജാവ് കാഠ്മണ്ഡു സന്ദർശിച്ചു. അന്ന് രാജാവിനെ പിന്തുണ പ്രഖ്യാപിച്ച് ആയിരങ്ങൾ തടിച്ചുകൂടി. രാജഭരണം തിരിച്ചു കൊണ്ടുവരണം, രാജഭരണത്തെ അനുകൂലിക്കുന്നവർ റോയലിസ്റ്റുകൾ അവർ വളരെ സജീവമാണ് സമീപകാലത്തായിട്ട്. പട്ടാളത്തിൽ ഒരു ചെറിയ വിഭാഗത്തിന് പഴയ രാജഭരണത്തിൻ്റെ എന്താ പറയുക ഒരു നൊസ്റ്റാൾജിയൊക്കെ പേറുന്നവരാണ്. അതോടൊപ്പം 81% ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ്. അതൊരു ഹിന്ദു രാജ്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ശക്തമാക്കിയിട്ടുള്ള ഹിന്ദു വലതുപക്ഷം അവരുടെ പിന്തുണ ഒരു പരിധിവരെ അവിടുത്തെ വലതുപക്ഷത്തിനുണ്ട്. അവിടെ ഇന്ത്യയിലുള്ള RSS പോലെയുള്ള സംഘടനകൾക്ക് അവിടെ ശാഖകൾ അവിടെ പ്രവർത്തനമുണ്ട്. ഏത് രൂപത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് നേപ്പാളിലെ റോയലിസ്റ്റുകൾ. അവിടുത്തെ ഈ ഹിന്ദു സംസ്കൃതി സംരക്ഷിക്കണമെന്നും അതിന് ഈ രാജഭരണമാണ് നല്ലത് എന്നൊക്കെ വാദിക്കുന്ന ഒരു വിഭാഗം വളരെ ശക്തമാണ്. അവിടുത്തെ പോലീസിലും ബ്യൂറോക്രസിയിലും വിശിഷ്യ പട്ടാളത്തിലും ഇത്തരം വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇന്ത്യയിലുള്ള പല ഗ്രൂപ്പുകളും സമാനമായ പാർട്ടികളുണ്ടല്ലോ, അവരുടെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പിന്തുണ ഈ ഗ്രൂപ്പിന് കിട്ടുന്നുമുണ്ട്. അതുപോലെ ഈ ഇന്ത്യൻ വംശജരായ ആളുകളാണ് മാധേശികൾ. ഈ മാധേശി പാർട്ടിയിലും ഈ ഒരു ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ അവിടെ മാധേശികൾ അധികവും ഇന്ത്യൻ വംശജരായിട്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലാണ് താമസിക്കുന്നത്. ഒരു ഹിന്ദുക്കളാണ്. ആ ഒരു ഹിന്ദു സ്വത്വം പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഈ മാധേശികൾ. അപ്പോൾ ഇവർക്കൊക്കെ ഈ രാജഭരണത്തോടൊരു നൊസ്റ്റാൾജിയ നിലനിർത്തുന്നുണ്ട്. അത് പക്ഷേ അതുകൊണ്ട് ഒരു വലിയ മാറ്റം അവർക്കുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനാധിപത്യം വേര് പിടിച്ച ഒരു രാജ്യമാണ് നേപ്പാൾ. ജനസംഖ്യയിലെ 80% ഹിന്ദുക്കൾ. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ചെറുതും വലുതുമായ 3000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഹിന്ദുമതത്തിലെ ബഹുസ്വരത നേപ്പാളിൽ കാണാം. ജനസംഖ്യയിലെ 81% ഹിന്ദുക്കൾ, 8.2% ബുദ്ധമതക്കാർ, 5% മുസ്ലിങ്ങൾ, 1.76% ക്രിസ്ത്യാനികൾ. അടുത്ത കാലത്തൊന്നും നേപ്പാളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം സംഘപരിവാറിന് നേപ്പാളിലെ ഹിന്ദുക്കൾക്കിടയിൽ വേരൂന്നാൻ സാധിച്ചിട്ടില്ല. എക്കാലത്തും നേപ്പാൾ ഭരിച്ചിരുന്ന ഷാ രാജാക്കന്മാർക്ക് RSSന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. നേപ്പാളിൽ രാജഭരണം തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് സംഘപരിവാറിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. നേപ്പാളിൽ രാജഭരണത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് രാജഭരണം തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള പ്രക്ഷോഭങ്ങൾ നേപ്പാളിൽ നടക്കുന്നുണ്ട് എങ്കിലും അത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും നേപ്പാളിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കൾക്കിടയിലുള്ള അതൃപ്തി എന്നുള്ളത് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളായി മാറുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ രാജഭരണത്തെ തിരിച്ചു കൊണ്ടുവരാൻ തക്ക രീതിയിൽ ആ പ്രക്ഷോഭങ്ങൾക്ക് കരുത്തുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. 1990 വരെ ഷാ രാജകുടുംബം നേരിട്ട് നേപ്പാൾ ഭരിച്ചു. നേപ്പാളി കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1990-ൽ
നിയന്ത്രിത ജനാധിപത്യത്തിന് രാജകുടുംബം തയ്യാറായി. പക്ഷേ രാജാവിന് ജനാധിപത്യ സർക്കാർ കൈക്കൊള്ളുന്ന ഏത് നടപടിയും റദ്ദാക്കാനുള്ള വീറ്റോ അധികാരമുണ്ടായിരുന്നു. ഇതിനെതിരെ പ്രചണ്ഡയുടെയും ബാബുറാം ഭട്ടാരയുടെയും നേതൃത്വത്തിൽ മാവോയിസ്റ്റുകൾ നടത്തിയ സായുധ പോരാട്ടങ്ങളാണ് രാജഭരണത്തിന് വിരാമമിട്ടത്. എന്നാൽ 2008 ശേഷം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു. നേപ്പാളിൽ 2017 തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സഖ്യമായി മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെൻറ്ററും, ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവിടെയുള്ളത്. 2006 പ്രചണ്ഡയുടെ പുഷ്പമാൽ ദഹൽ അദ്ദേഹത്തിൻ്റെ മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വരുന്നത്. 2008 മുതൽ അവർ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പം നേപ്പാളിലെ ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെൻറ്ററും നേപ്പാളി കോൺഗ്രസും, ഈ 3 പാർട്ടികൾ ആണ് നേപ്പാളിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഈ 3 പാർട്ടികളും ഏറെക്കുറെ അവിടുത്തെ ജനാധിപത്യം സ്ഥിരീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അപ്പോൾ ജനങ്ങൾ സാധാരണഗതിയിൽ ഈ ഉയർപ്പുണ്ടാകുമ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിനെതിരായിട്ടാണ് ജനകീയ രോഷം പൊട്ടി ഒഴുകുക. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരായി അത് മാറി. നിലവിൽ KP ശർമ്മ ഒലി രാജിവെച്ച് പുറത്തുപോയി. KP ശർമ്മ ഒലിയുടെയും നേപ്പാളി കോൺഗ്രസിൻ്റെയും മാവോയിസ്റ്റുകളുടെയും ഒക്കെ പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെട്ടു. അവരുടെ എല്ലാം സ്വകാര്യ ഭവനങ്ങൾക്ക് തീയിട്ടു. അങ്ങനെ നിലവിലുള്ള ഈ 3 മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ നേതാക്കൾക്കുമെതിരെ ജനരോഷം അണപൊട്ടിയൊഴുകി. അതിനാധാരമായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. 2001 ജൂൺ 1 നേപ്പാളിലെ നാരായൺ ഹിദി കൊട്ടാരത്തിൽ കൂട്ടക്കൊല നടന്നു. വീരേന്ദ്ര രാജാവും ഐശ്വര്യ റാണിയും ഉൾപ്പെടെ 9 രാജകുടുംബാംഗങ്ങളെ വെടിവെച്ചു കൊന്നു. കൊല നടത്തിയ യുവരാജാവ് ദീപേന്ദ്ര മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. അതോടെ നേപ്പാൾ ജനതയ്ക്ക് രാജകൊട്ടാരത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അനന്തരാവകാശിയായ ജ്ഞാനേന്ദ്ര രാജാവ് കിരീടവും ചെങ്കോലും താഴെ വെച്ചു. നേപ്പാൾ ഒരു ജനാധിപത്യ രാജ്യമായി മാറി. എന്നാൽ മാറിയ സാഹചര്യത്തിൽ ജ്ഞാനേന്ദ്ര രാജാവ് മടങ്ങി വരാനായി കിണഞ്ഞു ശ്രമിക്കുകയാണ്. ശക്തമായ ഒരു മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന സർക്കാരാണ് നേപ്പാളിന് ആവശ്യം. നേപ്പാളിൽ ജനാധിപത്യം പുലർന്നില്ലെങ്കിൽ അത് ബാധിക്കുക ഇന്ത്യയെ കൂടിയായിരിക്കും. ഇത്തവണത്തെ ദേശീയ സാർവദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.